ആ പട്ടിയല്ല, ചെന്നായ. ചീഫ് ഓഫീസറുടെ അനുമതിയുണ്ട്, കുഴപ്പമില്ല. സർ, അങ്ങയുടെ തൊപ്പിയും കോട്ടും ഊരി തന്നാൽ കൊണ്ടുവയ്ക്കാം. വേണമെന്നില്ല, എൻ്റെ സ്നേഹിതന് അല്പം വെള്ളം വേണം. ക്യാപ്റ്റൻ, ഒരു വലിയ ചെന്നായ സീറ്റിലിരിക്കുന്നു. യാത്രാനുമതിയുണ്ട്. ഞാൻ എന്തു ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭക്ഷണം വേണ്ടേ? ഇവൻ തനിയെ വേട്ടയാടി പിടിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ അത് അസാധ്യം. അതുകൊണ്ട് ഇവനൊരു ഹാംബർഗർ ഉണ്ടാക്കി കൊടുക്കുക. ചെന്നായുമായി വന്നയാൾ കാർഡോണയുടെ തലസ്ഥാനത്തിന് മുകളിലൂടെയാണോ പറക്കുന്നത്? അവരുടെ ആകാശ അതിർത്തിക്ക് സമീപത്തു കൂടി പോലും പറക്കാൻ അനുവാദമില്ല. പറന്നാൽ വെടിവെക്കും. എന്നാൽ ഇത്തവണ അതിലെ തന്നെ പോകണം. ഞാൻ താങ്കളുടെ പാരഷൂട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ കാർഡോണയുടെ ആകാശ അതിർത്തി ലംഘിച്ചിരിക്കുന്നു. തിരികെ പോകൂ, അല്ലാത്ത പക്ഷം വെടിവെച്ച് വീഴ്ത്തും. തോക്കുധാരി, ഞങ്ങളിനി എന്ത് ചെയ്യണം? അവരെ അനുസരിക്കൂ ക്യാപ്റ്റൻ. ഞാനിതാ സ്ഥലം വിടുന്നു. പാരഷൂട്ട് തിരികെ തരാം. എല്ലാവർക്കും യാത്രാമംഗളങ്ങൾ. അബദ്ധം പറ്റിയതാണ് കാർഡോണ, ക്ഷമിക്കണം. ഞങ്ങൾ മടങ്ങുന്നു. വേഗം സ്ഥലം വിട്ടോ. ഇനി ഇതിലെങ്ങാനും വന്നാൽ വെടിയായിരിക്കും മറുപടി. കാറ്റുണ്ടല്ലോ. ഹാവു, പാരഷൂട്ട് തുറന്നു. ഡെവിൾ, ഇനി താഴേക്ക് നോക്കൂ. പാരഷൂട്ട്. ഒരു ചാരൻ ചാടുന്നു. വെക്കൂ വെടി. അരുത്, ചാരന്മാരെ ജീവനോടെ പിടിക്കാനാണ് ജനറലിന് താല്പര്യം. ചാരൻ പാരഷൂട്ട് ഉപയോഗിച്ച് ചാടുന്നു. പാണ്ട തടാകത്തിൽ സമീപം തെക്ക് കിഴക്ക് ഭാഗത്ത് തിരച്ചിൽ നടത്തുക. അവർ വെടിവെച്ചില്ല. നമ്മെ ജീവനോടെ പിടിക്കാനാണ് പദ്ധതി. പാണ്ട തടാകത്തിന് സമീപം തെക്ക് കിഴക്ക് ഭാഗത്ത് തിരച്ചിൽ നടത്തുക. നിങ്ങൾ അവിടേക്ക് എത്താറായി സാർ. പാരഷൂട്ടുകാരൻ അടുത്ത് തന്നെയുണ്ട്. ജീവനോടെ പിടിക്കാനാണ് ജനറലിന്റെ ഉത്തരവ്. അയ്യോ! നിങ്ങളെ ഉപദ്രവിച്ചതിൽ ഖേദിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. വിഷമിക്കണ്ട, പട്ടാളക്കാർ നിങ്ങളെ കണ്ടെത്തി രക്ഷിക്കും. ഈ പാരഷൂട്ട് വൃത്തിയാക്കി തിരികെ കൊടുക്കണം. കാർഡോണയിലെ കുപ്രസിദ്ധ ജയിൽ. ഇവിടെ നിന്ന് ആരും പുറത്തു വരില്ല. പുറത്തിറങ്ങിയാൽ ശവപ്പെട്ടിയിലായിരിക്കും. ജനറൽ ബാൻഡ, കാർഡോണയിലെ സേനാധിപതി, ജയിലിലെ തൻ്റെ ഇരകളെ സന്ദർശിക്കുന്നു. വിദേശി പെണ്ണെ, മുട്ടുകുത്തി ജനറലിനെ നമസ്കരിക്കൂ. പോയി തൊലയിടോ, എനിക്ക് സൗകര്യമില്ല. നീ ഇപ്പോഴും മര്യാദ പഠിച്ചില്ല അല്ലേ? ചാട്ടവാറിന് ഉഗ്രനടി, പിന്നീട് ചാരവൃത്തി നടത്തിയെന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് തൂക്കിലേറ്റാം. ഞാനൊരു നരവംശാസ്ത്രജ്ഞയാണ്. ഈ രാജ്യത്ത് വന്നത് മൺമറഞ്ഞു പോയ ഡിനോസറുകളുടെ അസ്ഥികൾ തേടിയാണ്. നിന്നെപ്പോലുള്ള ഒരു സുന്ദരി പെണ്ണ് അസ്ഥികൂടങ്ങൾ മാന്തി വെറുതെ സമയം പാഴാക്കരുത്. എനിക്കിപ്പോൾ 6 ഭാര്യമാർ മാത്രമേ ഉള്ളൂ. നീ അരിശമൊക്കെ കളഞ്ഞ് എന്നെ നമസ്കരിക്കുക. അന്നേരം നിന്നെ എൻ്റെ 7ാമത്തെ ഭാര്യയാക്കാം. വിഷമിക്കേണ്ട ചങ്ങാതി, അധികം താമസിയാതെ അവർ നിങ്ങളെ കണ്ടെത്തും. ചാരനെ പിടികിട്ടിയോ? പൂവ്, പക്ഷെ വെടിവെച്ച് കൊല്ലേണ്ടതായി വന്നു. എന്തിനാണ് വിളിച്ചത് സാർ? റെഡ് ഇന്ത്യൻ പെണ്ണിനെ ഹാജരാക്കൂ. അമേരിക്കൻ നരവംശാസ്ത്രജ്ഞ ലൂണ തടവറയിൽ. എൻ്റെ വീട്ടുകാർ ദുഃഖിതരായിരിക്കും. ഇവിടെ നിന്ന് എന്നെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ? എന്നെ മോചിപ്പിക്കുകയാണോ? അതൊക്കെ വഴിയറിയാം സുന്ദരി കൊച്ചെ. ജയിലിൽ തന്നെ കഴിയുന്നതായിരിക്കും നല്ലതെന്ന് ഇനിയിപ്പോൾ തോന്നും. ഹാ ഹാ. അവളെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ജനറലിൻ്റെ പുതിയ ഭാര്യ. അവൾ ഈ ജയിലിലുണ്ടായിരിക്കും ഡെവിൾ. നിന്റെ ദേഹം മുഴുവൻ മണ്ണും ചെളിയും. നല്ലതുപോലെ കുളിപ്പിക്കാം. വസ്ത്രങ്ങളെല്ലാം അഴിക്കൂ. പറ്റില്ല. അനുസരിക്കൂ, അല്ലെങ്കിൽ ഈ പട്ടാളക്കാരായിരിക്കും നിന്റെ തുണി ഉരിയുന്നത്. 1 മാസത്തിനു ശേഷം ഇന്നാണൊന്ന് കുളിക്കുന്നത്. എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ചോദ്യങ്ങൾ വേണ്ട, ഞാൻ കൽപ്പനകൾ നടപ്പാക്കുന്നു. നിന്റെ വസ്ത്രങ്ങൾ അലക്കാൻ പോകുന്നു. ഇത് ധരിച്ചോളൂ. നല്ല കാര്യം. ബാക്കി വസ്ത്രങ്ങൾ എവിടെ? ഇത്രയൊക്കെ മതി. എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൂടുതൽ സൗന്ദര്യം. ജയിലിലെ കാര്യങ്ങൾക്കായി എന്നെ പുതുതായി നിയമിച്ചതാണ്. ഉത്തരവ് കാണിക്കൂ. അമേരിക്കക്കാരി ചാരവനിതയെ നോക്കാൻ വേണ്ടി അയച്ചതാണ് എന്നെ. അമ്പടമെടുക്ക. എന്നാൽ കേട്ടോ, അവൾ ഇവിടെ ഇല്ല. നീ കള്ളം പറയുന്നു. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവൾ ഇവിടെ ഇല്ലേ? എങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോയി? അതൊന്നും നീ അറിയണ്ട. എടാ ചാര, നീ ഇപ്പോൾ അറസ്റ്റിലാണ്. എന്നാൽ എനിക്കറിയണം. സത്യം പറയടാ പട്ടാളക്കാരാ. ഓ, എന്നെ എന്തിനാണ് അർദ്ധനഗ്നയാക്കി നിർത്തുന്നത്? തൻ്റെ മണവാട്ടിമാരെ ഇത്തരം വേഷത്തിൽ കാണുന്നതിനാണ് ജനറലിന് താല്പര്യം. മണവാട്ടിയോ? അതെ, നിന്നെ അദ്ദേഹം വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യം നിനക്കറിയില്ലേ? നടപ്പില്ല, ഞാൻ പോകുകയാണ്. നില്ലടി അവിടെ. മര്യാദയ്ക്ക് വരൂ, അല്ലെങ്കിൽ വിലങ്ങണിയിച്ചായിരിക്കും മണവാട്ടിയെ കൊണ്ടു ചെല്ലുന്നത്. വിലങ്ങ് വെക്കരുത്. അവൾ വന്നപ്പോൾ ഒരു അലവലാതി തെരുവ് തെണ്ടി പെണ്ണിനെ പോലെയാണ് ഇരുന്നത്. ഇപ്പോൾ എത്ര സുന്ദരി! ജനറലിന് അത് അറിയാമായിരുന്നു. അതെ, നീ ഇത്രമാത്രം സുന്ദരിയായിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. വല്ലാതെ തണുക്കുന്നു. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. എന്നെ വിട്ടയക്കണം. പട്ടാളക്കാരാ, ഇനി നീ കുറേ നേരം ഉറങ്ങിക്കോ. ലൂണ കൊട്ടാരത്തിലുണ്ട്. ഇതുവഴി വരൂ ഡെവിൾ. കാർഡോണയിലെ സേനാധിപതി ജനറൽ ബാൻഡ. പുരോഹിതനെ വിളിക്കൂ. ഞാൻ റെഡിയാണ്.
പക്ഷെ ഞാൻ ഒട്ടും റെഡിയല്ല. കൊച്ചു സുന്ദരി, നീ എത്രമാത്രം ഭാഗ്യവതിയാണെന്ന് നിനക്കറിയില്ല. ചാരവൃത്തി ചുമത്തി എനിക്ക് നിന്നെ തൂക്കിക്കൊല്ലാം. അത് ചെയ്യാതെ ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയാണ്. എൻ്റെ ഇഷ്ടം നോക്കാതെയോ? നീ ഒരു തൻ്റേടിയാണ്. അങ്ങനെയുള്ളവരെയാണ് എനിക്കിഷ്ടം. എൻ്റെ 7ാമത്തെ ഭാര്യയാകുന്നത് തന്നെ വലിയൊരു പദവിയാണ്. ഒരിക്കലും നടപ്പില്ല ജനറൽ. ജനറലിനെ കാണണം. അത്യാവശ്യമായി ഒരു സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. പറ്റില്ല, അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുകയാണെന്ന്. പുരോഹിതനെ വേഗം ഹാജരാക്കൂ. ലൂണ, പ്രിയേ, എൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചാണ് നമ്മുടെ വിവാഹം നടത്തുന്നത്. മരമണ്ടൻ ജനറലെ, തനിക്ക് ചെവിക്ക് കേൾവിക്കുറവുണ്ടോ? ഞാൻ ആരെയും വിവാഹം കഴിക്കുന്നില്ല, പ്രത്യേകിച്ച് തന്നെപ്പോലെ ഒരു കോന്തനെ. വെറുതെ കിടന്ന് ചിലക്കാതടി. ആ നശിച്ച പുരോഹിതൻ, അയാൾ എവിടെ പോയി കിടക്കുകയാണ്? ഇതാ വരുന്നു സാർ. 5 മിനിറ്റിനുള്ളിൽ നീ എൻ്റേതാവൂ. 5 മിനിറ്റല്ല, 5 വർഷം കഴിഞ്ഞാലും അത് നടപ്പില്ല. ആ കഥക് പൂട്ടിയിരിക്കുകയാണ്. താക്കോലിതാ എൻ്റെ പക്കലും. ദേ, പുരോഹിതനെത്തി നമ്മെ ഒന്നിപ്പിക്കാൻ. പുരോഹിത, വന്നാലും. എന്താണ് വരാൻ വൈകിയത്? മണവാട്ടിയെ കൊണ്ടുവരൂ, ചടങ്ങുകൾ ആരംഭിക്കട്ടെ. വിവാഹ ശുശ്രൂഷ തുടങ്ങിക്കോളൂ. അരുത്, വേണ്ട. ഏയ്, ഈ പട്ടി എങ്ങനെ ഇതിനകത്ത് കയറി? അത് പട്ടിയല്ല, ചെന്നായയാണ്. എന്ത് വർത്തമാനാണ് പുരോഹിത താൻ പറയുന്നത്? ജനറൽ, ഇന്ന് നിങ്ങളുടെ വിവാഹം നടക്കില്ല. ഞാൻ പുരോഹിതനല്ല. ഗാർഡ്, പട്ടാളപ്പണി വേണ്ട. ഗാർഡ്സ്, ഗാർഡ്സ്. തൊണ്ട കീറി കാറിയിട്ട് ഫലമില്ല ജനറൽ. പട്ടാളക്കാരും ഇവിടെ ഇല്ല. ആരാണ് നിങ്ങൾ? നിന്റെ ഒരു സ്നേഹിതനാണ് ലൂണ. വേഗം സ്ഥലം വിടണം. സ്നേഹിതനോ? താങ്കൾ ആരാണ്? നിന്റെ വല്യച്ഛൻ ഹാപ്പിമാൻ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, നിന്നെ കണ്ടെത്താൻ. ആ പീറ പട്ടാളക്കാരൻ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇത് മണവാളൻ ചമഞ്ഞതിനുള്ള ചെറിയ സമ്മാനം. നമുക്ക് പോകാം ലൂണ. താങ്കൾ ഇവരെ കൊന്നോ? ഇല്ല, ഇവർ മയക്കത്തിലാണ്. ദാ, ഞാൻ കാണാതെ പോയി ഒരുത്തൻ ഇവിടെ ഉണ്ടല്ലോ. ഇനി അങ്ങോട്ട് വേഗം പോകണം. അവന്മാർക്ക് ഉന്നം നോക്കി വെടിവെക്കാൻ അറിയില്ല. അത് നമ്മുടെ ഭാഗ്യം. ഈ അവസ്ഥയിലും താങ്കൾ തമാശ പറയുന്നു. താങ്കൾ ആരാണ്? എല്ലാം പിന്നെ പറയാം. ജീവൻ വേണമെങ്കിൽ തല കുനിച്ചിരുന്നോളൂ. എന്ത് സംഭവിച്ചു? ആ പെണ്ണ് ലൂണ എവിടെ? മുഖമുടിക്കാരൻ്റെ കൂടെ കടന്നു കളഞ്ഞു. മുഖമുടിക്കാരൻ പുരോഹിതനായി വന്നു. അവൻ എങ്ങനെ ഇവിടെ എത്തി? അറിയാവുന്നവരെല്ലാം അനങ്ങാൻ വയ്യാത്ത നിലയിൽ. അവൻ ലൂണയെ കൊണ്ടുപോയി. എൻ്റെ തോക്കും എനിക്ക് മിണ്ടാൻ വയ്യ. എൻ്റെ താടി, ആ തെണ്ടി എന്നെ ഇടിച്ചു. മുഖക്കണ്ണാടി കൊണ്ടുവരൂ. എന്താണിത്? ഒരു തലയോട്ടി മുദ്ര. ഫാൻറ്റത്തിൻ്റെ അടയാളം.